ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഒരു ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് ഹൈപ്പ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോലെ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശരണ്യനെയും ശരണ്യയുടെ അച്ഛനെ ആട്ടോ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശരണ്യനെ വഴക്ക് പറയുകയാണ് അച്ഛൻ. അലീനയോട് എന്തിനാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, നിനക്ക് വല്ലതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും പ്രശ്നമൊക്കെ ഞാൻ നിന്നോട് ഉണ്ടാക്കുന്നത്, നീ പോയി പറഞ്ഞത് എന്തിനാ, അവൾ ഇങ്ങനെ ഓരോന്ന് ന്യൂസ് പിടിക്കാനായിട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതൊന്നുമല്ല അലീന ചേച്ചി, അത് എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ സ്വാഭാവികമായിട്ടും നിരപരാധിയാണല്ലോ, അപ്പൊ അതുകൊണ്ട് പറഞ്ഞതല്ല, നിർബന്ധിച്ച് എന്നെ കൊണ്ട് പറയിപ്പിച്ചൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി നീ മൊഴി മാറ്റി പറയരുത് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെയല്ലേ, പോലീസാണെങ്കിലും ആങ്ങളെയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും ഇങ്ങനെയല്ലേ, നിങ്ങൾ ആണുങ്ങൾ എന്താ ഇങ്ങനെയായി പോയത്, നിങ്ങൾ പറയുന്നതല്ലേ ശരി, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാൻ പറയണം അല്ലേ, അതെന്നാടി നീ അങ്ങനെ പറയുന്നത്, അത് ഞാന് പോലീസ് ചോദിച്ചപ്പം സത്യം പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്, അവര് അത് മറച്ചു വെച്ചിട്ട് 4 പേര് പീഡിപ്പിച്ചു എന്ന് പറയണമെന്ന് പറഞ്ഞു. നിങ്ങളോടും ഞാൻ സത്യം പറഞ്ഞതല്ലേ, അച്ഛനോടും അമ്മയോടും ആങ്ങളമാരോടും ഒക്കെ. അപ്പം നിങ്ങൾ പറഞ്ഞു പോലീസുകാർ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയെന്ന്. അപ്പം എന്താ നിങ്ങൾ ഇങ്ങനെയായത്, കുറ്റം ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കണമെന്നല്ലേ നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അത് പിന്നെ കേസിന് ബലം കിട്ടാനാണെന്ന് പോലീസ് പറഞ്ഞില്ലേ നിന്നോട്. കുറ്റം ചെയ്തവനും ചെയ്യാത്തവനും ഒരേ ശിക്ഷയാണോ അച്ഛാ കിട്ടേണ്ടത്, അതൊക്കെ പോലീസും കോടതിയും വക്കീലും ഒക്കെ ചെയ്തോളും. നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതി, നീ വേറൊന്നും ചെയ്യണ്ട, ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ പറയുന്നത് കേക്ക്. അല്ലാതെ നീ വേറൊന്നും ഇനിയിപ്പം ചെയ്യാൻ പോകണ്ട, നീ ചെയ്തതൊക്കെ തന്നെ വലിയ ഉപകാരം. ഇനി മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ നോക്കാം. പറഞ്ഞത് പറഞ്ഞു, ഇനിയിപ്പം അലീനയോട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ആര് ചോദിച്ചാലും ഞാൻ പറഞ്ഞിട്ടില്ല അലീനയോട് എന്ന് പറഞ്ഞാൽ മതി. നന്നാകാൻ സമ്മതിക്കത്തില്ല അല്ലേ അച്ഛാ ആരും, അല്ലേ? മിണ്ടാതെ അവിടെ എങ്ങാനും കിടക്കും, ഇനി കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് ശരണ്യോട് ഒരു ഭീഷണിയുടെ അത് ഭീഷണിപ്പെടുത്തില്ലേ, ആ ഒരു സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ശരണ്യ പാവം ഇത്രയൊക്കെ കേട്ടിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ആ കൊച്ചൊന്ന് മാറി റിക്കവർ ആയിട്ട് വന്നതാണ്. അതിനെ വീണ്ടും ഇവന്മാരെല്ലാരും കൂടെ ചേർന്ന് കുഴിയിലേക്ക് കൊണ്ട് ചാടിക്കുന്ന തോന്നുന്നത് കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ തന്നെ രാജീവനും ഒക്കെയാണ്. അപ്പൊ ശിവശങ്കര മേനോനും രാജീവനൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്, കൂടെ കമലയും ഉണ്ട്. അങ്ങനെ നമ്മുടെ രാജീവ് പറഞ്ഞു, ശിവേട്ടൻ ഒരു കാര്യം ചെയ്യും, ഗൾഫിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ രാജീവ്, അത്രയും ശമ്പളം കിട്ടുന്ന ജോലി കളഞ്ഞിട്ട് എങ്ങനെയാ ഇങ്ങോട്ടേക്ക് വരുന്നത്, കേസ് നടത്തണ്ടേ, മനു ജോലിക്ക് പോയാലേ കമലയിടത്തി മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ഒരു ഫോണ്, കമലയിടത്തി ഒറ്റയ്ക്ക് കൂട്ടിയ കൂടുന്നതാണോ ഇവിടുത്തെ പ്രശ്നം, അത് മനു ഉണ്ടല്ലോ, പിന്നെ മനുവിന് ഈ കേസിന്റെ പുറകെ നടക്കാൻ എവിടെയാ നേരം, അവൻ നടക്കുവോ? അപ്പൊ കമല പറഞ്ഞു, അവന് നേരം കിട്ടിയാലും പോകത്തില്ല, ഹരിയോട് അവൻ എന്തോ വൈരാഗ്യം ഉള്ളതുപോലെയാ അവൻ പെരുമാറുന്നത്, സ്വന്തം രക്തമാണെന്നൊന്നും അവനൊരു തോന്നലില്ല, ഒരു തരത്തിലും ഒരു സഹായം അവൻ ചെയ്യത്തില്ല, അത് പിന്നെ അവന്റെ ജോലി നോക്കണ്ടേ, അത് കളഞ്ഞിട്ട് കോടതിയും വക്കീൽ ഓഫീസൊക്കെ എന്നൊക്കെ പറഞ്ഞ് ജീവിതം കളയാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ സമ്മതിക്കുമെന്ന് രാജീവ്. അപ്പം ശിവശങ്കരമേനോൻ പറഞ്ഞു, അത് പിന്നെ ഇവരിവിടെ കിടന്ന് കാണിക്കുന്ന പത്രാസും അതും ഇതുമൊക്കെ ഞാനേ ഗൾഫിൽ പോയി കിടന്ന് പണിയെടുക്കുന്നതിന്റെ ആ ഒരിതാ, എന്റെ പൊന്ന് ശിവേട്ടന് അവിടെ പോയി കിടന്ന് ഉണ്ടാക്കി തരുന്ന പത്രാസൊന്നും ഹരീനെ ജയിലിൽ കയറ്റിയിട്ട് വേണ്ട. എന്നാ പിന്നെ ഇപ്പോഴത്തെ ജീവിതം ഒന്ന് വെട്ടി ചുരുക്കിയേക്കണം, മാസം ലക്ഷം ചെലവാക്കുന്നുണ്ടെങ്കിൽ അത് 25,000-ലേക്ക് കൊണ്ടുവരണം. 25,000 കൊണ്ട് ഈ കുടുംബത്തിലെ ചെലവ് നടത്തണം എന്നാണോ ഈ പറയുന്നത്? മീൻ മേടിക്കാൻ തികയത്തില്ലല്ലോ, ഒരു 25,000 ഗുണമാ. അല്ല പിന്നെ എന്നതാ കമലെ നീ ഉദ്ദേശിക്കുന്നത്? അതാ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിൽ നിന്ന് എടുക്കണം. പിന്നെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്ത് നോക്കി മലർന്നു കിടക്കാം. എന്റെ പൊന്ന് രാജീവ, ഒരു 75 ലക്ഷം രൂപ കിടപ്പുണ്ട്, അതിന്റെ പകുതി മിക്കവാറും ചിലപ്പം കേസിന് ചെലവാകും, പിന്നെ അതിന്റെ പകുതി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഗൾഫിലെ ആ ഒരു ജോലി വിട്ടേക്കാം. അപ്പോഴത്തേക്കാണ് നമ്മുടെ രാജീവൻ പറയുന്നത്, എങ്ങനെ നോക്കിയാലും കമലയിടത്തേക്ക് ഒരു 3 കല്യാണം കാണും. 3 മാത്രമല്ല രാജീവ്, 5ഉം 6ഉം ഒക്കെ നടക്കും. അല്ല ഞാൻ ആവറേജ് പറഞ്ഞതാ കമലയിടത്തി. ഓരോ കല്യാണത്തിനും പുതിയ സാരി കൊടുക്കണ്ടേ, ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേ, പുതിയ ആഭരണം ഇടണ്ടേ,
പണി പോയാലും പകിട്ട് കുറയ്ക്കാൻ പറ്റുമോ കമലയെടുത്തിക്കും? ആവറേജ് ഒരു സാരിക്ക് 10,000 വെച്ച് കൂട്ടും. മാസം 3 കല്യാണം എന്ന് പറയുമ്പം അതിന് മാത്രം 30,000 രൂപയാകും. അപ്പൊ ബാക്കി ചെലവുകളോ? ഏ ആഭരണത്തിന്റെ പൈസയോ? എല്ലാം ഒന്ന് കൂട്ടി നോക്ക്. അപ്പൊ കാണാം. അപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറഞ്ഞു, ദേ ഞാൻ ജോലി റിസൈൻ ചെയ്യത്തില്ല. 2-2.5 ലക്ഷം രൂപ ഉണ്ടാകുന്ന 2-2 ലക്ഷം രൂപ ഉള്ള ശമ്പളം ഉണ്ടായിട്ടും ചില സമയം കൈതയ്ക്കൽ പട്ടിനെ പോലെയാ. അതുകൊണ്ട് ജോലി ഇല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും? എനിക്ക് പറ്റത്തില്ല. ജോലി ഉപേക്ഷിച്ചാല് ആജീവനാന്തം എനിക്കിവിടെ തടവ് ശിക്ഷയായിരിക്കും. പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് രാജീവ് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ ഇവിടെ നിന്നിട്ട് ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അത് പിന്നെ ആ ശരണ്യയുടെ വക്കീലിനെ വീട്ടിൽ പോയി കണ്ടിട്ട് അയാളുമായിട്ടൊരു ഒത്തുതീർപ്പിന് നമുക്ക് ശ്രമിച്ചാലോ? എന്റെ പൊന്നു കമലേ, കമലയുടെ അല്ല ശരണ്യയുടെ വക്കീൽ എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ വക്കീലാ, സർക്കാർ നിയമിച്ച വക്കീല്. അവര് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമിച്ചേക്കുന്നത്. ഓ പിന്നെ ഒരു 10 ലക്ഷം വെച്ച് അങ്ങ് നീട്ട, പൈസക്ക് ആർക്കും ഇല്ലാത്തത് ആർക്കാ? 10 ലക്ഷം വെച്ച് നീട്ടി കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നമില്ലെന്നേ. ഒരു 50,000ന്റെ 20 കെട്ട് കൺമുമ്പിൽ ഇരുന്ന് ചിരിക്കുമ്പോ ഉണ്ടല്ലോ, പിന്നെ മനസ്സലിഞ്ഞു പോകാതിരിക്കോ എന്റെ ശിവേട്ടാ? മനസ്സലിഞ്ഞു പോകും. പൈസ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞ ആരുടെയാ മനസ്സലിയാത്തത്? അത് ഏത് വലിയ പുള്ളിക്കാരനാണേലും മനസ്സലിഞ്ഞു പൊക്കോളൂ. അതുകൊണ്ട് ആ വഴിക്കൊന്ന് ചിന്തിക്കാൻ ഞാൻ പറഞ്ഞതല്ലേന്ന്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനു വരുന്നത് കേട്ടോ. മനുവിനെ കണ്ടതും നമ്മുടെ കമല വെച്ച്, നീ എന്തിനാ ഇത്രയും വൈകിയത്? ഓ എന്റെ പൊന്നമ്മേ, ബോറടിക്കുക, വേറെ എന്തെങ്കിലും ചോദിക്കുക. വെറൈറ്റി എവിടെയായിരുന്നു, നേരത്തെ വരത്തില്ലായിരുന്നു എന്നൊക്കെ. ഓ ഞാൻ എന്നാ ചോദിച്ചാലും നിനക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, എന്നെ ഇങ്ങനെ ആക്കി തീർത്തല്ലേ. അമ്മ ചോദിക്കുന്നതൊക്കെ ഞാൻ മറുപടി പറഞ്ഞോണ്ടിരുന്നല്ലേ. അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നപ്പോഴത്തേക്കും ശിവനും രാജീവനും അവിടെയുണ്ട്. അപ്പൊ മനു ചോദിച്ചു, ഇതെന്തു പറ്റി, ഇവിടെ എന്തോ ചർച്ചയാന്ന് തോന്നുന്നു. അത് പിന്നെ ഞങ്ങക്ക് തിരിച്ചു പോകണ്ടേ, കേസും വക്കീൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ള പണിയും കൂടെ പോകും. എന്നാ പിന്നെ തിരിച്ചു പോ. അപ്പോഴത്തേക്കും കമല ചോദിച്ചു, അല്ല അപ്പം ഹരിയുടെ കേസ് ആര് നടത്തും? നമ്മൾ വക്കീലിനെ വെക്കുന്നുണ്ടല്ലോ, വക്കീൽ നടത്തും. അല്ല നമുക്ക് കോടതി കയറി വാദിക്കാനോ ക്രോസ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലോ. എന്റെ പൊന്നു മനു, അവന്റെ കാര്യം നോക്കാൻ ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഇവിടെ വേണ്ടേ? അമ്മയുടെ ആങ്ങളയില്ലേ രാമപുരത്തെ, അവര് പോരെ? അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ. അത് പിന്നെ അതാണോടാ ശരി? അതെങ്ങനെ ശരിയാകും? ശരി എന്നാ ഞാൻ പറയട്ടെ. ശരി വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഹരിക്ക് ശിക്ഷ കിട്ടും, അത് ഉറപ്പുള്ള കേസാ. നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നും വാദിച്ചാലും ശിക്ഷ കിട്ടും, അതിന് യാതൊരു സംശയമില്ല. ഇത് കേട്ടപ്പോ കമലയുടെ നെഞ്ചു പെടയുകയാണ് കേട്ടോ. കമല, എന്താണ് നീ പറയുന്നത്? ഒരു സത്യം, ഒരു വാസ്തവം, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ അറിഞ്ഞു. എന്താ നീ അറിഞ്ഞത് എന്ന് ശിവൻ ചോദിച്ചു. അപ്പോഴത്തേക്ക് മനു പറഞ്ഞു, രോഹി നിരപരാധിയാണെന്നുള്ള കാര്യമാണ് ഞാൻ അറിഞ്ഞത്. ശരണ്യ അലീനയുടെ അടുത്ത് തുറന്നു പറഞ്ഞു, രോഹി അവളെ തൊട്ടിട്ട് പോലും ഇല്ലെന്ന്, റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന്. അവള് അവൻ ഇറങ്ങി ഓടിയപ്പോഴത്തേക്കും കൂടെ ഉള്ളവന്മാരെല്ലാരും കൂടെ അവനെ പിടിച്ചോണ്ട് വന്ന് അവളുടെ മുമ്പിലിട്ട് ആടിച്ചു. അവനെ നിർബന്ധിച്ചു. അവൻ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പം ബാത്റൂമിലിട്ട് അവനെ അടച്ചു, ഹരിയും കൂട്ടുകാരും കൂടെ ചേർന്ന്. അപ്പൊ നമ്മുടെ രാജീവ് പറഞ്ഞു, അല്ല പിന്നെന്തിനാ ശരണ്യ ആദ്യം രോഹിത്തിന്റെ പേര് പറഞ്ഞത്? അവന് കൂടത്തിലുണ്ടായിരുന്നല്ലോ. അവനെ വിട്ടുകളയണമെന്ന് പോലീസ് അവനെ വിട്ട് കളയരുതെന്ന് പോലീസ് നിർബന്ധിച്ചു കാണും. പിന്നെ പാർട്ടിക്കാരും സമുദായക്കാരും ഒക്കെ പ്രഷർ ചെയ്ത് കാണും. അതുകൊണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും രോഹിയും കൂടെ പ്രതിപ്പട്ടികയിൽ വന്നത്. അല്ല ഇത് നിന്നോട് ആരാ പറഞ്ഞത്? അലീന. അപ്പൊ നമ്മുടെ കാമാലയെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങിയില്ലേ? പച്ചക്കള്ളം പച്ചക്കള്ളം പച്ചക്കള്ളം. അവള് രോഹിനെ രക്ഷിക്കാൻ വേണ്ടി കള്ളക്കഥ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നതാ. ആര് കെട്ടിച്ചമച്ചെന്ന് അമ്മീ പറയുന്നത്? അലീന കെട്ടിച്ചമച്ചു, വേറെ ആര് ചമയ്ക്കാനാ? അല്ലെങ്കിലേ അവള് ശരണ്യനെ നിർബന്ധിച്ചു കാണും ഇങ്ങനെ പറയണമെന്ന്. ദേ അമ്മയ്ക്ക് സത്യങ്ങൾ വളച്ചൊടിക്കാനും പിന്നെ മറച്ചു പിടിക്കാനും ഒക്കെ അല്ലേ അറിയത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ ശിവശങ്കരമേനും ചോദിച്ചു, അല്ല ശരണ്യ അപ്പം മൊഴി മാറ്റി പറയുമോ, രോഹിത് രക്ഷപ്പെടുവോ? അതൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് അറിയാവുന്ന വിവരം പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനുവിന്റെ റൂമിലേക്ക് പോയി. ഇവർക്ക് 3 പേർക്കും ആകെപ്പാടെ പരവേശവും തലവേദനയായിട്ട് ഇനിയിപ്പം രോഹിത് രക്ഷപ്പെട്ടിട്ട് ഹരി അവിടെ കിടന്നാല് കമല സഹിക്കുവോ? കമലയ്ക്ക് സഹിക്കാൻ പറ്റുവോ? അങ്ങനെ അവര് പരസ്പരം 3 പേരും 3G ആയിട്ട് പരസ്പരം മുഖമൊക്കെ നോക്കി നിൽക്കുകയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രൻ മേനോന് തന്നെയാണ്. ബാലചന്ദ്രൻ മേനോൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. ഇനി എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ലല്ലോ, എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ഉടനെ എടുക്കണമല്ലോ. തീരുമാനം എടുക്കാൻ മാത്രം പോരാ,
നമ്മുടെ ശരണ്യനെ, അതായത് ശരണ്യ മൊഴിമാറ്റി പറയാൻ പാടില്ല. അപ്പൊ അതിന് അലീനയെ പിടിക്കാന്നുള്ളത് ലക്ഷ്യമുള്ളൂ. അപ്പൊ മനു അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അലീന എല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണമല്ലോ. അപ്പൊ ഫോണൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാരെയൊക്കെ വിളിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രമേനോൻ. അങ്ങനെ ഗോവർദ്ധനെയാട്ടോ വിളിക്കുന്നത്. അപ്പോഴത്തേക്കും ഗോവർദ്ധൻ എടുത്തു, ഹലോ ബാലേട്ട എന്ന് ചോദിച്ചു. അത് പിന്നെ എടാ, ഞാന് വിളിച്ചത് നീ ഉറക്കമായിരുന്നോ? ഉറങ്ങാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. അത് പിന്നെ രോഹിത്തിന്റെ കാര്യത്തിനെ കുറച്ച് തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഒരു കാര്യമൊക്കെ അർജന്റായിട്ട് പറയാനുണ്ട്. അത് പിന്നെ നാളെ തന്നെയല്ലേ നമ്മൾ വക്കീലിനെ പോയി കാണുന്നത്. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് രാവിലെ 9 മണിക്ക്. അത് കഴിഞ്ഞിട്ട് കോട്ടയത്ത് ജയകൃഷ്ണനിൽ പോയി ഷേനായി കാണുന്ന കാര്യവും ബാലേട്ടൻ പറഞ്ഞില്ലായിരുന്നോ? അതൊക്കെ മാറ്റി വെച്ചിട്ട് നാളെ തന്നെ താനിങ്ങോട്ട് വാ, ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് പറയാന്ന്. എന്താ ബാലേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രോഹിത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പോലീസ് പോസിറ്റീവ് ചെയ്ത് ആണോ ഉള്ളത്? നാളെ വരുമ്പോ ഞാൻ വിശദമായിട്ട് പറയാം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ. നാളെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ശരി ബാലേട്ട, ഞാൻ നാളെ വരാന്ന് പറഞ്ഞു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗോവർദ്ധന് ഫോൺ വെച്ചു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കാനുണ്ടോ, ശിവശങ്കര മേനോൻ. അപ്പോഴത്തേക്കും നമ്മുടെ രാജീവൻ ചോദിച്ചു, ഇതെന്ത് പറ്റി വിഷമിച്ചിരിക്കുന്നു, ഇത് മാത്രം വിഷമിച്ചിരിക്കുക, എന്താ ഇവിടെ നടന്നത്? അത് പിന്നെ ഇപ്പൊ ഇവിടെ കമല പറയുന്നത് പോലെയാണല്ലോ നടക്കുന്നത്. അപ്പോഴത്തേക്ക് രാജീവൻ പറഞ്ഞു, അല്ല നമ്മുടെ രോഹിത്തിന്റെ കാര്യത്തിൽ പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അപ്പൊ കമല വന്നിട്ട് പറഞ്ഞു, എങ്ങനെ നല്ലതാകും? സകല കുറ്റവും എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടണമെന്നാണോ രാജീവ നീ പറയുന്നത്? പിന്നെ നീ എന്നതാ രാജീവ് ഈ പറയുന്നത്? നീ പറയുന്ന അർത്ഥം അതല്ലേ? രണ്ടുപേരും കൂടെ ഒരു കുറ്റം ചെയ്തിട്ട് അതിലേക്ക് അവനെ വലിച്ചിട്ട് രോഹി മാത്രം രക്ഷപ്പെടുക എന്ന് പറഞ്ഞാല് ഹരി എങ്ങനെ സഹിക്കും? അവന് അവിടെ പിന്നെ നിൽക്കാൻ പറ്റുമോ? അല്ല, രോഹി തെറ്റ് ചെയ്തില്ലെന്നല്ലേ കമലയിടത്തി പറഞ്ഞത്? അതാണ് അവളുടെ സാമർഥ്യം, അലീനയുടെ സാമർഥ്യം. അവള് ചുറ്റിപ്പറ്റി അവിടെ കയറി ഇറങ്ങിയത് ഇതിന് തന്നെയാ. കോളനിക്കാര് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയിട്ടും അതൊന്നും വക വെക്കാതെ അവള് ശരണ്യയുടെ വീട്ടിൽ 3-4 ദിവസം കയറി ഇറങ്ങിയത് കാരണം ഇതാണെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. നമ്മുടെ ശിവശങ്കരമേനോനും ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. കാരണം നമ്മുടെ കമല പറയുന്നതൊക്കെ ശരി വെച്ചുകൊണ്ട് തന്നെയാണ് ശിവശങ്കരമേനോൻ ഇരിക്കുന്നത്. ശിവശങ്കരമേനോന്റെ വിചാരം നമ്മുടെ രോഹിത് അവിടെ തന്നെയായി പോകുമല്ലോ എന്നാ. കമലയുടെ വിചാരം അത് തന്നെയാ. പക്ഷേ നമ്മുടെ രാജീവനും വിചാരിക്കുന്നത് നിരപരാധിയാണെങ്കിൽ ഒരാൾ രക്ഷപ്പെടൂലോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു അച്ഛന്റെ അമ്മയുടെ രോദന ഇവർക്ക് മനസ്സിലാവില്ലല്ലോ, അതായത് രാജീവന് മനസ്സിലാവില്ലല്ലോ. ഒരാൾ രക്ഷപ്പെട്ട ഒരാൾ തനിയായി പോകും എന്ന ചിന്തയാണ് നമ്മുടെ കമലയ്ക്കും ശിവശങ്കരമേനോനും. ഇവര് പറയുന്നത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ രാജീവൻ പറഞ്ഞു, ഓ ഭയങ്കര കണ്ടുപിടുത്തം ആണല്ലോ കമലയിടത്തിയുടെ. ആരാ നമുക്ക് രോഹിത് നമ്മുടെ പെങ്ങടെ മോനല്ലേ? ഒരാളെങ്കിൽ ഒരാള് രക്ഷപ്പെടുവാണെങ്കിൽ അത് നല്ലതല്ലേ? പിന്നെ ആ ശരണ്യ അലീനയോട് പറഞ്ഞത് കൊണ്ടോ, സത്യം പോലീസിനോട് പറഞ്ഞത് കൊണ്ടോ, 100 പേരോട് പറഞ്ഞത് കൊണ്ടോ ഒന്നും നമ്മുടെ രോഹിത് കുറ്റവിമുക്തനാവുന്നില്ല. അവൻ കുറ്റവിമുക്തനാകണമെങ്കിൽ അത് പോലീസ് തെളിയിക്കണം. പോലീസ് തെളിയിച്ചാൽ മാത്രമേ കുറ്റവിമുക്തനാകത്തുള്ളൂ. ഓ പിന്നെ അലീനയല്ലേ സാധനം. അലീന അവനെ പുറത്തു കൊണ്ടുവരും, അത് ഉറപ്പുള്ള കേസാ. അപ്പോഴത്തേക്കാണ് നമ്മള് രാജീവൻ പറഞ്ഞത്, അത് പിന്നെ അങ്ങനെയാണെങ്കിലും നമ്മൾ സന്തോഷിക്കുമല്ലേ വേണ്ടത്? വൈജയുടെ മോൻ പുറത്തു വരുന്നത് നല്ലതല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ കമൽ പറഞ്ഞു, എനിക്ക് ഒട്ടും സന്തോഷമില്ല, അങ്ങനെ ഒരുത്ത മാത്രം രക്ഷപ്പെടേണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഹരിക്ക് കിട്ടുന്ന ഏത് ശിക്ഷയും രോഹിത്തിനും കിട്ടിയിരിക്കണം. അതാ എന്റെ അവസാനത്തെ തീരുമാനം. ഓഹോ, അത് കൊള്ളാലോ, എന്റെ മോൻ മാത്രം ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടന്നോട്ടേന്ന്. ഇത് എവിടത്തെ ന്യായമാ? അപ്പോഴത്തേക്ക് രാജീവൻ പറഞ്ഞു, ശിവേട്ടന് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും. രോഹി കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അവൻ രക്ഷപ്പെട്ടു വരണം. രോഹി അല്ല, ആര് കുറ്റം ചെയ്തിട്ടില്ല എങ്കിലും രക്ഷപ്പെട്ടു വരണം. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഹരി അവനെ നിർബന്ധിച്ച് തന്നെ കൊണ്ടുപോയതാ. ബാലചന്ദ്രന്റെ വീട്ടിൽ വെച്ച് അലീനെ റേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ മുഴുവൻ ആസൂത്രണം ചെയ്തത് ഹരിയാണെന്ന് മനു എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനു മാത്രമല്ല, അന്ന് രോഹിത്തും എന്റെ അടുത്ത് പറഞ്ഞതാ. കുറ്റം ചെയ്യുന്നവന് കിട്ടേണ്ട അത്രയും കുറ്റം ചെയ്തവന് കിട്ടേണ്ട ശിക്ഷ കുറ്റം ചെയ്തവന് കിട്ടിയാൽ മതി, അല്ലാതെ കുറ്റം ചെയ്യാത്തവന് ആ ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്റെ ശിവേട്ട? അതിനാണോ നമ്മളിവിടെ നിൽക്കുന്നത്? മാത്രമല്ല, കൈതയ്ക്ക തറവാട്ടിലെ ഒരാളുടെയും കൂടെ മകനാണ് രോഹിത്. അവനെങ്കിൽ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? അത്രയും നാണക്കേട് ഒഴിഞ്ഞു കിട്ടത്തില്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അപ്പോഴത്തേക്കും കമലയ്ക്ക് ദേഷ്യമായിട്ട് കമല പറഞ്ഞു, അതെ, നമുക്ക് നമ്മുടെ മോനും ഒക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ, അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, വേറെ ആരും നമ്മുടെ പക്ഷം നിൽക്കാൻ വരത്തില്ലെന്ന് പറഞ്ഞു കമല രാജീവനെ നോക്കി ഒരു പേടിപ്പിച്ചിട്ട് കമല അകത്തേക്ക് കയറി പോയിട്ടോ. രാജീവ് സത്യം പറഞ്ഞത്.
അങ്ങനെ രാജീവ് പറഞ്ഞു, ശിവേട്ടാ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ കേക്ക്, ബഹളം ഉണ്ടാക്കാതെ അലീനെ തന്നെ കൂട്ടുപിടിച്ച് ഹരിയുടെ പേരുള്ള പോസ്കോ ഒഴിവാക്കാൻ നോക്ക്. ചിലപ്പോ അറിയാലോ, ഇതിന് 25-50 വർഷമൊക്കെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് തന്നെ വലിയ പാടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ അലീന് പറഞ്ഞാല് ആ ശരണ്യക്ക് ഇതൊക്കെ ഒരു എന്താ പറയാ മാറ്റാനൊക്കെ തോന്നിയേക്കും. അപ്പൊ കേസ് പിൻവലിക്കാൻ തോന്നിയാൽ അതല്ലേ നല്ലത്. അപ്പൊ നമ്മുടെ ശിവശങ്കരമേനോൻ അങ്ങ് എണീറ്റു. ശിവശങ്കരമേനോൻ അങ്ങ് എണീറ്റിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം കടലിനെയും ജഗത്താനും അതിനും ഇതിനും ഒക്കെ നടുക്ക് നിൽക്കുന്ന അവസ്ഥയാ ശിവശങ്കരമേനോട്. കമല പറയുന്നത് കേൾക്കണം, രാജീവ് പറയുന്നത് കേൾക്കണം, പോലീസ് പറയുന്നത് കേൾക്കണം, പട്ടാളം പറയുന്നത് കേൾക്കണം, വക്കീല് പറയുന്നത് കേൾക്കണം. എന്ത് ചെയ്യാനാണോ എന്തോ. ഇതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ് കേട്ടോ. അപ്പൊ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് നമ്മുടെ അലീന നേരം വെളുക്കുമ്പോഴത്തേക്കും ബാലചന്ദ്ര മേനോൻ. അപ്പൊ കൃഷ്ണമോള് വന്നിട്ട് അലീനയോട് പറയട്ടെ പറയട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എന്തിനാ നീ മടിക്കുന്ന, പറയ്. രണ്ടുപേരും എന്താ കുശുകുശുക്കുന്നത്, പറയാനുള്ളത് പറയ്. അപ്പൊ കൃഷ്ണമോള് പറഞ്ഞു, എനിക്ക് സ്കൂളിൽ പോകണം അച്ഛാ. പോണം. ആരാ പറഞ്ഞത് പോകണ്ടെന്ന്? അല്ല നിനക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ലേ പോകാതിരുന്നത്? ധൈര്യമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരും കളിയാക്കി ചിരിക്കുകയും കമന്റ്സ് പറയുകയൊക്കെ ചെയ്യുമെന്ന് പേടിച്ചിട്ടാ അച്ഛാ ഞാൻ പോവാത്തത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ല. അല്ല ഇപ്പൊ നിനക്ക് ആ പേടി മാറിയോ? ഇനി സാരമില്ല അച്ഛാ, രോഹിയേട്ടൻ കുറ്റക്കാരനല്ലെന്ന് അലീന ചേച്ചി പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അത് നമുക്ക് മാത്രമല്ലേ മോളെ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. നാട്ടുകാർക്ക് അറിയില്ല രോഹിത് നിരപരാധിയാണെന്ന്. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് അറിയില്ല, പോലീസിന് അറിയില്ല. പോലീസിനറിയാട്ടോ, പോലീസിനറിയാം. അപ്പൊ പിന്നെ നീ അവരോട് ചെന്ന് രോഹി കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വിശ്വസിക്കുവോ? ഇല്ലല്ലോ. അത് സാരമില്ല അച്ഛാ, നമ്മുടെ മനസ്സിനറിയാലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അവര് കുത്തുവാക്ക് പറയും, കളിയാക്കി ചിരിക്കും, കമന്റ്സ് പറയും. അതൊക്കെ ഫേസ് ചെയ്യാൻ നിനക്ക് പറ്റുമോ മോളെ? നിന്നെക്കൊണ്ട് അതിനാവോ? അത് പിന്നെ എനിക്കിനി പേടിയൊന്നുമില്ല അച്ഛാ. ഞാൻ ഇനി എന്തിനാ പേടിക്കുന്നത്? അവരെന്നാ വേണേലും പറഞ്ഞോട്ടെ, ഞാൻ കൂളായിട്ട് നിൽക്കും. എന്റെ രോഹിത്തേട്ടൻ നിരപരാധിയല്ലേ. ഇത് കേട്ടപ്പോഴത്തേക്കും ബാലചന്ദ്രമേനോട് ഭയങ്കര സന്തോഷം. ബാലചന്ദ്രമേനോൻ ചോദിച്ചു, ഇതുവരെ ഇല്ലാത്ത ആത്മധൈര്യം, ഈ ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ എനിക്ക് അലീന ചേച്ചി പറഞ്ഞില്ലേ, എനിക്ക് എന്തോ ഒരു ധൈര്യം കിട്ടിയച്ചാ. പുറകോട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ കൊള്ളാം, ഈ ധൈര്യം വേണം മോളെ, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷൈക്കാൻഡ് ഒക്കെ കൊടുത്തുട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് കയറിപ്പോയി. കൃഷ്ണമോള് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ രോഹിത്തിനെ നമ്മള് രക്ഷിക്കും അച്ഛാ. പിന്നെ ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ, കൃഷ്ണമോൾക്ക് നല്ല മനക്കരുത്ത് കിട്ടി ഇല്ലേ? അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാകും അച്ഛാ. എല്ലാവരും എല്ലാം മാറ്റി പറയുന്നല്ല, സത്യം പറയും എന്ന് പറഞ്ഞൊരു മനോധൈര്യമൊക്കെ നമ്മുടെ ബാലചന്ദ്രൻ കൊടുത്തിട്ട് അലീനകത്തേക്ക് കയറിപ്പോയിട്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ബൈ ബൈ. ലൈക്ക് ഇടിക്കാൻ മറക്കരുത്.